السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك عليه وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية والرضوية وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. صدق الله العظيم. قال رسول الله صلى الله عليه وسلم وثياب قال رسول الله صلى الله عليه وسلم طلب العلم فريضة على كل مسلم ومسلمة. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം, ത്വഹാറത്തുൽ ഖുലൂബ്, തത്ഹീറുൽ ഖുലൂബ് എന്ന വിഷയത്തിലെ ഒന്നാമത്തെ ദിറാസയാണിത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും ചെവിടും കണ്ണും മനസ്സും ഇവ കൊണ്ടെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നും, അതുപോലെ സൂറത്തുൽ ബഖറ 284 ആയത്തിൽ പറഞ്ഞതുപോലെ വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാമുണ്ട്, നിങ്ങൾ വെളിവാക്കുന്നതും മറച്ചുവെക്കുന്നതും എല്ലാം അള്ളാഹു വിചാരണ ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മഗ്ഫിറത്ത് നൽകും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അദാബ് ചെയ്യും എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആകയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ തങ്ങൾ പഠിപ്പിച്ചതുപോലെ, അതായത് അറിയപ്പെട്ട ഹദീസിൽ ഉള്ളതുപോലെ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വ്യത്യസ്തമായ തുർക്കിലൂടെ വന്ന ഹദീസായ സനദുകൾക്കെല്ലാം ശക്തി ലഭിച്ച ഒരു ഹദീസാണല്ലോ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമിനെ തേടുക എന്ന് പറയുന്നത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. എന്നാൽ ആ അൽ ഇൽമു കൊണ്ട് ഉദ്ദേശം അത് ദീനിയായ ഇൽമാണെന്ന് ശറഹുസിദ്ദീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ രേഖപ്പെടുത്തിയല്ലോ. അതോടുകൂടെ മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിദായത്തുൽ അദ്കിയയിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ തഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വ അഖീദതൻ വ മുസക്കിൽ ഖൽബിസ് ഖുല ഹാദി സലാസത്തു ഫർളു ഐൻ. ഏതായാലും ഇൽമുൽ അഖായിദും അതുപോലെ ഇൽമുൽ ഫിഖ്ഹി, ഇൽമുൽ അഹ്കാം, അതുപോലെ ഇൽമു തസവുഫ്, ഇൽമു തസ്കിയത്ത്, ഈ മൂന്ന് ഇൽമുകൾ ഫർള് ഐനാണല്ലോ. ഇൽമു തസ്കിയത്തി വൽ അഖ്ലാഖ്, അതായത് ഇൽമു തസവുഫ്, അതിൽ തസവുഫ് മുആമലത്ത് ഫർള് ഐനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായാലും ദീനി ഉലൂമുകൾ രണ്ട് വിധത്തിൽ, ഒന്ന് ലാഹിരിയായ, മറ്റൊന്ന് ബാത്വിനിയായ. ലാഹിരിയായ ഇൽമുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശർഈയായ ഇൽമുകൾ, നമ്മുടെ ലാഹിരിയായ അമലുകളോടും അതുപോലെ നമ്മുടെ അഖായിദിനോടും ബന്ധപ്പെട്ട വിഷയമാണ്. ബാത്വിനിയായ ഇൽമുകൾ അത് മനസ്സിനോട് ബന്ധപ്പെട്ട വിഷയം. നമ്മുടെ ഈ ദിറാസയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ബാത്തിനിയായ ഇൽമുകൾ മനസ്സിനോട് ബന്ധപ്പെട്ട വിഷയമാണ്. വളരെ അശ്രദ്ധയിലായി പോകുന്ന ഒരു വിഷയമാണ് ഇത്. വളരെ പ്രധാനപ്പെട്ടത് ലറൂറിയാത്തുദ്ദീൻ. അതിനെ പരിപൂർണമായി വിശ്വസിച്ചാലേ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതിന് നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തത് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅ. അതിനെ പരിപൂർണമായി വിശ്വസിച്ചാലേ യഥാർത്ഥ സുന്നി ആവുകയുള്ളൂ. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും നമ്മുടെ ഈമാൻ കാമിലാക്കാൻ നമ്മുടെ സ്വഭാവവും പ്രവർത്തനവും വിശ്വാസവും അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഗുണങ്ങളുമെല്ലാം ഉൾക്കൊണ്ട് യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ കാമിലായ മുഅ്മിനാകാൻ നമുക്കൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും മനസ്സിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ രോഗങ്ങളുമുണ്ട്. ആഖിറത്തിൻ്റെ നാശത്തെ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓരോ
മുസ്ലിമായ മനുഷ്യനിക്കും മനസ്സിനോട് ബന്ധപ്പെട്ട മോശപ്പെട്ട വസ്ഫുകൾ, ഔസാഫ് ഖബീഹ, അമ്രാദുൽ ഖുലൂബ് അതിനെ തൊട്ട് ദൂരത്താക്കേണ്ടതുണ്ട്. റിയാ, ഹസദ്, കിബ്ർ, ബുഖ്ല്, തെറ്റിദ്ധാരണ, അതുപോലെ സ്വന്തത്തിൻ്റെ മധുഹും ബഹുമാനവും ആഗ്രഹിക്കുക, അതുപോലെ ഉജ്ബ്, അതുപോലെ വ്യക്തിപരമായി മറ്റുള്ളവരോട് ദേഷ്യം വെക്കുക, അതോട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനൊത്തോട്ട് നിരാശയാകുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ജായിസ് അല്ലാത്ത വിധത്തിൽ യഖീനാക്കുക, ഉറപ്പിക്കുക, അതുപോലെ സബ്രില്ലായ്മ, അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് പേടി, അൽ മക്രുമിൻ അംനില്ലാഹി എന്നല്ലേക്കുള്ള അങ്ങനെയുള്ള ദുഷിച്ച അമ്രാദുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദാത്തിനോട് തവക്കുലാക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ രോഗങ്ങൾ, ഔസാഫ് ഖബീഹ തൊട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതോടുകൂടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട നല്ല നല്ല സിഫാത്തുൽ ഹസന, നല്ല ഗുണങ്ങൾ, നല്ല നല്ല ഗുണങ്ങൾ മനസ്സിലുണ്ടാകേണ്ടത് ഒന്ന് ഇഖ്ലാസ്. അതോട് നമ്മെ ആരെങ്കിലും ബഹുമാനിക്കുമ്പോൾ, മദ്ഹ് പറയുമ്പോൾ മനസ്സിൽ വെറുക്കുക, മുഅ്മിനീങ്ങളോട് നല്ല വിചാരണ വെക്കുക, തവാദു, അതുപോലെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. നമുക്ക് എന്ത് കമാലിയത്ത് കിട്ടിയാലും സ്ഥാനം കിട്ടിയാലും അതെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് ചിന്തിക്കുക. ഇഖ്ലാസോട് അതോടുകൂടെ സഖാവത്തും ഈസാറും, മറ്റുള്ളവരുടെ കാര്യം നമ്മുടെ കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കുക. അതോടുകൂടെ ഖൗഫുല്ലാഹി, കാമിലായ തവക്കുൽ തുടങ്ങിയത് മനസ്സിൻ്റെ നല്ല നല്ല ഗുണങ്ങളാണ്. അതെല്ലാം ആഖിറത്തിന്റെ വിജയത്തിന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതെല്ലാം ഉൾക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമ്മുടെ ഈ ദിറാസയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിന്റെ രോഗങ്ങൾ, 47ഓളം രോഗങ്ങൾ മഹത്തുക്കളായ ഇമാമിങ്ങൾ, ഒസാൽ ഇമാം, അബ്ദുൽ ഖനി നാബുൽസി, ഇമാം അഹമ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹിം പോലത്തെ മഹാന്മാർ ഇഹിയാ, അതുപോലെ അൽ ഹദീഖ, അതുപോലെ സനീഖത്തുൽ അനീഖ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചു. അതിൽ വളരെ പ്രധാനമായ 40-ാം വാർഷികം ദർസിന്റെ ഇർഷാദു ത്വാലിബീൻ, ആ ദർസിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട 40 ദിറാസയിൽ ഒന്നാമത്തെ ദിറാസയാണ് മുമ്പ് മുഖദ്ദിമയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ഒന്നാമത്തെ ദിറാസ റിയാ, ലോകമാന്യം. ലോകമാന്യം എന്ന് പറയുന്നത് മനസ്സിന്റെ വലിയ ഒരു രോഗമാണ്. നമുക്ക് തസവൂഫ് മുആമലത്ത് ഫർളൈനാണല്ലോ, ഫിഖ്ഹോടുകൂടെ നമുക്കത് ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട അഖായിദ്, അതുപോലെ ഫിഖ്ഹ്, അതുപോലെ തസവൂഫ്. മഹത്തുക്കളായ മഹാന്മാർ 3 വിശദീകരിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയവരുണ്ട്. മഹാനായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ്, അതുപോലെ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ തന്നെ ഖവായിദുൽ അഖായിദ് എന്ന് പറഞ്ഞ റിസാലത്തുൽ ഖുദ്സിയ അഖായിദ്, അതുപോലെ ഫിഖ്ഹും അതുപോലെ തസവൂഫും ഉൾക്കൊണ്ട ഒരു ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. അതുപോലെ അബ്ദുൽ ഖനി നാബുൽസി റഹിമഹുല്ലാഹി എഴുതിയ അൽ ഹദീഖത്തുൻ നദിയ, അതുപോലെ ഒരുപാട് മഹത്തുക്കൾ ഇമാം അമീനുദ്ദീൻ ഇർബലി അൽ ഖുർദി റഹ്മത്തുള്ളാഹി എഴുതിയ തൻവീറുൽ ഖുലൂബ് ഫീ മുആമലത്തി അല്ലാമിൽ ഗുയൂബ്, അഖായിദും ഫിഖ്ഹും തസവൂഫും കൂടിയതാണ്. അതുപോലെ ഫിഖ്ഹും തസവൂഫും കൂടിയ ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ബറക്കത്തുൽ മുസ്തഫ ഫിൽ ഹിന്ദ് അഷ്ശൈഖ് അല്ലാമ അബ്ദുൽ ഹഖ് അൽ മുഹദ്ദിസ് അദ്ദഹലവി അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ തഹ്സീലു തഅറുഫി ഫീ മഅരിഫത്തിൽ ഫിഖ്ഹി വത്തസവൂഫ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം. അതുപോലെയാണ് ഹിദായത്തുൽ അദ്കിയ മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫൊന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ എഴുതിയ ഗ്രന്ഥം. അല്ലാഹു തആല ആ ഗ്രന്ഥങ്ങളെ ഒരു ഹർഫുകളെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയ ഉലൂമ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിന്റെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശുദ്ധിയാക്കി നമ്മുടെ മനസ്സ് അല്ലാഹു തആല ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ഇൽമു കൊണ്ടും അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. മനസ്സിന്റെ ഒന്നാമത്തെ രോഗമായ റിയാ, ലോകമാന്യം. ലോകമാന്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അതായത് അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ മറ്റുള്ളവരുടെ ഉദ്ദേശം വെച്ചിട്ട് ഇബാദത്ത് എടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് എടുക്കുക. അതായത് ഇബാദത്ത് എടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശിക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഇബാദത്ത് എടുക്കുമ്പോൾ ജനങ്ങൾ ഇവന്റെ ഇബാദത്ത് അറിയണം. അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തിന് ഇവനക്ക് വലിയ മഹത്വം ലഭിക്കണം, സമ്പത്ത് ലഭിക്കണം, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ഇയാളെ നല്ല ആള്, സ്വാലിഹായ ആളെന്ന് വിചാരിക്കണം, ബഹുമാനിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇബാദത്ത് മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക, അത് റിയാഇന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 264-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു,
ലാ തുബ്തുലു സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദി യുൻഫിഖു മാലഹു റിയാ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ് ഫഅസാബഹു വാബിലുൻ ഫതറക്കഹു സൽദാ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 264-ാമത്തെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് വിഷയങ്ങൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. നമ്മുടെ വിഷയം ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് കല്ലദി യുൻഫിഖു മാലഹു റിയാ അന്നാസ്, അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവാക്കുന്നവരെ പോലെ ഈമാനുള്ളവരെ നിങ്ങളെ സ്വതക്കകളെ മഞ്ഞുകൊണ്ടും അതകൊണ്ടും ബാത്തിലാക്കരുത്. കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കൽ കൊണ്ടിട്ട് അങ്ങനൊന്നും നിങ്ങളെ സ്വതക്കുകളെ ബാത്തിലാക്കരുത്. ഇതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് കാണാം. അതായത് മുനാഫിഖീങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കാറില്ല. അവര് സമ്പത്ത് മുഴുവനും ചെലവാക്കുന്നത് റിയാഇന് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടിയാണ് ചെലവാക്കുക. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ട് ഗുണം എടുത്തു പറഞ്ഞിട്ടോ ബുദ്ധിമുട്ടാക്കിയിട്ടോ നിങ്ങളെ സ്വതക്കകൾ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല, അതിന്റെ കൂലി നിങ്ങൾ പായാക്കരുത് എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. എന്നിട്ട് ഈ ആയത്തിൽ മുനാഫിഖ്, അതായത് അമലിയായ മുനാഫിഖ്, മുറായി, ലോകമാന്യം ചെയ്യുന്ന ആൾക്കാർ, അവിടെ പ്രവർത്തനത്തിന് പറഞ്ഞ ഉദാഹരണം, ഒരു കല്ലില് മണ്ണ് നമുക്ക് കാണാറുണ്ട്. കല്ലിന്റെ മുകളിൽ നമുക്ക് മണ്ണ് കാണും. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറക്കഹു സൽദാ. അതായത് കല്ലുകളുടെ മുകളിൽ നമുക്ക് മണ്ണ് കാണാറുണ്ട്, എന്നാൽ മഴ വരുന്ന സമയത്ത് അതെല്ലാം ദൂരെയായി പോകുന്നു, കല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇതുപോലെയാണ് ലോകമാന്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ. മുനാഫിഖ് അമല് നിഫാഖുള്ള മുനാഫിഖുകൾ അങ്ങനെയാണ്. മുനാഫിഖിന്റെ അവസ്ഥ അങ്ങനെയാണ്. കാണുമ്പോൾ അമലായി തോന്നും, പക്ഷേ ഖിയാമത്ത് നാളിൽ ഒരു അമലുണ്ടാവില്ല, എല്ലാം ബാത്തിലായിട്ടുണ്ടാവും. കാരണം അതൊന്നും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതല്ല, എല്ലാം റിയാ, ലോകമാന്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഈ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറ 264-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. മാത്രമല്ല ഒരുപാട് ഹദീസുകൾ കാണാം. മുസ്നദ് അഹ്മദ് മഹ്മൂദ് ഇബ്നുൽ ഉബൈദ് റഹിമഹുല്ലാഹിന്റെ ഹദീസ്, ഇമാം മുസ്നദ് അഹ്മദിൽ ഒരു നീണ്ട ഒരു ഹദീസ് കാണാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു. എനിക്ക് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഷിർക്കുൽ അസ്ഗറാണ്. ഷിർക്കുൽ അസ്ഗറിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമോ എന്നൊരു പേടി എനിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത് മാ അഖാഫു അലൈക്കും അൻ തുശ്രികു ബഅദി, എന്റെ ശേഷങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് പേടിക്കുന്നില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ദുനിയാവുള്ള സ്നേഹം നിങ്ങൾക്ക് കൂടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നിങ്ങൾ ശിർക്ക് ചെയ്യും, എന്റെ ശേഷം നിങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാകും എന്നൊരു പേടി എനിക്കില്ല. അതേ സ്ഥാനത്ത് ദുനിയാവിൽ ലയിച്ചു പോകും, ദുനിയാവിന്റെ സ്നേഹം നിങ്ങൾക്ക് കൂടിപ്പോകും എന്നൊരു പേടി ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. എന്നാൽ ഈ ഹദീസിൽ പറഞ്ഞത് ഷിർക്ക്, അതായത് അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിന്റെ ഓപ്പോസിറ്റിലുള്ള ഷിർക്ക്, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ്, ഇസ്ലാമിയായ തൗഹീദ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികളായ വഹാബിയത്ത് പറയുന്ന തൗഹീദല്ല, അത് ഇസ്ലാമി തൗഹീദല്ല, ശൈത്വാനി തൗഹീദാണ്. ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഏതായാലും ഷിർക്ക്, തൗഹീദിന്റെ ലിദ്ദിലുള്ള, തൗഹീദിന്റെ ഓപ്പോസിറ്റിലുള്ള ഷിർക്ക്, അത് അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിന്റെ ഓപ്പോസിറ്റുള്ളതാണ്, അത് ഷിർക്കാണ്. ആ ഷിർക്ക് എന്റെ ശേഷങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അള്ളാഹിന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഒരുവനാണ്, അവനിക്ക് ഒരു ശരീക്കുമില്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതേ സ്ഥാനത്ത് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേടിയുള്ളത് നിങ്ങൾ ഷിർക്കുൽ അസ്ഗറിൽ പരീക്ഷിക്കപ്പെടുമല്ലോ. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ റിയാ, ലോകമാന്യമാണ്. തൗഹീദിന്റെ ഓപ്പോസിറ്റുള്ള ഷിർക്ക്, അതുകൊണ്ട് മുശ്രിക്കാകുന്ന, കാഫിറായി പോകുന്ന ആ ഷിർക്കല്ല ഇവിടെ ഉദ്ദേശം. ഷിർക്കുൽ അസ്ഗർ അത് ലോകമാന്യം, റിയാ, അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ ഭാഗത്ത് പ്രശംസ കിട്ടാൻ വേണ്ടി എല്ലാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം റിയാഇന്റെ ഭാഗമാണ്. ഏതായാലും
ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ അമലുകൾക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ പറയും, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് ദുനിയാവില്, അവന്റെ അടുക്കൽ പോയിക്കോളൂ, കൂലുണ്ടോ നോക്കിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹ്ശറ സഭയിൽ പറയുമെന്ന് നീണ്ട ഹദീസ് മുസ്നദ് അഹ്മദ് 9-ാം വാല്യം 160-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് 23692-ാമത്തെ ഹദീസ് മുസ്നദ് അഹ്മദിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ചില നുസ്ഖയിൽ ഈ എണ്ണം അനുസരിച്ച് ഹദീസ് കാണാം. മറ്റൊരു നീണ്ട ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനു തുർമുദിയിലെ കിതാബ് അബ്വാബി സാഹിദ്, കിതാബ് അബ്വാബി സുഹദി, ബാബു മാ ജാഅ ഫിർ റിയാഇ വസുംഅതി, ഹദീസ് 2389-ാമത്തെ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അറിയപ്പെട്ട ഹദീസ്, നമ്മൾ സാധാരണ പറയുന്നതും കേൾക്കുന്നതുമായ ഹദീസ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ തീരുമാനമെടുക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഖുർആന്റെ ഹാഫിളും അതുപോലെ ഷഹീദും അതുപോലെ സമ്പത്തിന്റെ ആളുകൾ, ഇങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഈ മൂന്നാളുകളെ വിളിക്കപ്പെടുന്നു. എന്നിട്ട് ഹാഫിളിനോട് അല്ലാഹ് പറയും, നിനക്ക് ഞാൻ അള്ളാഹുവിന്റെ ഹബീബ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയതായ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? അപ്പൊ ഹാഫിള് പറയും, അതേ പഠിപ്പിച്ചു. ആ സമയത്ത് നീ എത്രമാത്രം അതിൽ അമൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഹാഫിള് പറയും, ഖുർആൻ ഹിഫ്ളാക്കിയ, ഖുർആൻ മനപ്പാടമാക്കിയ ആള് പറയും, എല്ലാ സമയത്തും ഞാൻ ഓതിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നീ കള്ളനാണ്, നീ കളവ് പറയുന്നു. ആ സമയത്ത് മലക്കുകളും പറയുന്നു, നീ കളവ് പറയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിന്റെ ഉദ്ദേശം ജനങ്ങളൊക്കെ നിന്നെക്കൊണ്ട് ഖാരിഉൽ ഖുർആൻ, നീ നല്ല ഓത്തുകാരാണ്, ഖുർആൻ അധികരിപ്പിക്കുന്നവനാണ്, ഖുർആൻ ഓതുന്ന ആളാണ്, ഖുർആൻ മനപ്പാടമുള്ള ആളാണ്, ഹാഫിളാണെന്നൊക്കെ പറയാൻ വേണ്ടിയല്ലേ, ആ ഉദ്ദേശത്തിലല്ലേ നീ ഓതിയത്? അതുകൊണ്ട് നീ കള്ളനാണ്, നീ ഇതെല്ലാം ചെയ്തിട്ടില്ല. കാരണം അള്ളാഹിന്റെ പൊരുത്തത്തിൽ ചെയ്താലേ അമലായി സ്വീകരിക്കുള്ളൂ. ഇതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല ചെയ്തത്, ജനങ്ങളെ ഭാഗത്തിനാണ്, എല്ലാം പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാണ് നീ ചെയ്തത്. ദുനിയാവിൽ അങ്ങനെ പറയപ്പെടുകയും ചെയ്തല്ലോ എന്ന്, അതുകൊണ്ട് നീ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. മറ്റത് അതുപോലെ സമ്പത്തിന്റെ ആളെ വിളിക്കപ്പെടും. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടില്ലേ? വിശാലമായ നിഅമത്ത്, മറ്റുള്ള ആവശ്യമില്ലാത്ത വിധത്തിൽ ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ സമ്പത്തിന്റെ ആള് പറയും, അതെ തന്നിട്ടുണ്ട്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, നിനക്ക് തന്ന സമ്പത്തിൽ നീ എന്തെല്ലാം ചെയ്തു? അപ്പോൾ ഇയാള് പറയുന്നു, സമ്പത്തിന്റെ ആൾ ആ സമയത്ത് പറയും, ഞാൻ കുടുംബബന്ധം ചേർത്ത് സമ്പത്ത് കൊണ്ടിട്ട് നിന്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്കുകൾ ചെയ്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നീ കളവ് പറഞ്ഞവനാണ്. അപ്പൊ മലക്കുകൾ പറയുന്നു, നീ കളവ് പറഞ്ഞവനാണ്. അല്ലാഹു തആല പറയും, നീ കളവ് പറഞ്ഞത്. അപ്പോൾ മലക്കുകളും പറയും, നീ കളവ് പറയുന്നവനാണ്, നീ കളവാണ് പറഞ്ഞത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, നിന്റെ ഉദ്ദേശം എന്താ? ജനങ്ങളൊക്കെ നിന്നെ കൊണ്ട് പറയട്ടെ, വലിയ ധർമ്മിഷ്ഠനാണ്, വലിയ സഖിയാണ്, ഇതൊക്കെ പറയാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്? നിന്നെ ദുനിയാവിൽ അങ്ങനെ പറയുകയും ചെയ്തല്ലോ, അതിന്റെ പ്രതിഫലം അവിടെ തന്നെ കിട്ടിയല്ലോ എന്ന് പറയും. എന്നിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യുദ്ധത്തിൽ ഷഹീദായ ആളെ കൊണ്ടുവരപ്പെടുന്നു. അപ്പൊ ചോദിക്കുന്നു, നീ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആ സമയത്ത് എങ്ങനെ ഖത്ൽ ചെയ്യപ്പെട്ടത്? അപ്പോ ഷഹീദ് പറയും, യുദ്ധത്തിൽ രക്തസാക്ഷിയായ ആള് പറയും, ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ധാരാളം യുദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞാൻ ഷഹീദായതാണ്. അള്ളാഹു പറയുന്നു, കളവാ പറഞ്ഞത്. ആ സമയത്ത് മലക്കുകളും പറയും, നീ കളവാ പറഞ്ഞത്. അള്ളാഹു പിന്നെ പറയുന്നു, നിന്റെ ഉദ്ദേശം എന്താണ്? നീ ജനങ്ങളടുക്കൽ ഇതൊക്കെ ചെയ്തിട്ട്, യുദ്ധം ചെയ്തിട്ട് എല്ലാവരും ഒരു ധീരനാണ്, അല്ലെങ്കിൽ വലിയ ഒരു ബഹാദുർ, വലിയ ശുജായിയാണ്, ധീരശാലിയാണ്, ഇത് പറയാൻ വേണ്ടിയല്ലേ നീ ചെയ്തത്? ദുനിയാവിൽ അങ്ങനെ വിളിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. ഇതൊക്കെ ഈ ഹദീസ് പറഞ്ഞതിന്റെ ശേഷം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറാ തങ്ങൾ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ആദ്യത്തെ 3 ആളുകളാണിവർ. ഖിയാമത്ത് നാൾ അവർക്ക് വേണ്ടി നരകത്തെ കത്തിക്കപ്പെടുന്നു. നരകത്തിനെ ഒന്നും കൂടി ചൂടാക്കപ്പെടുന്ന ഈ 3 ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം തുർമുദി തങ്ങൾ കിതാബ് അബ്വാബി സുഹദി ബാബു മാ ജാഅ ഫിർ റിയാഇ വസുംഅതി എന്ന അധ്യായത്തിൽ ഈ ഹദീസിനെ ഉദ്ധരിക്കുകയാണ്. ഏതായാലും റിയാ ഒരുപാട് വിധമുണ്ട്.
ചില റിയാഇന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൽ അസ്ഗർ ആണ്. ചില റിയാ ഹറാമാണ്, ചില റിയാ കറാഹത്താണ്. ചില റിയാओ അതോടുകൂടെ ഉദ്ദേശം വെച്ചത് എന്റെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നന്നാകണം, ഞാനിത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യണം എന്ന ആ നല്ല ഉദ്ദേശത്തിൽ നല്ല നിയ്യത്താക്കിയിട്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തത്, അത് ചിലപ്പോൾ പ്രതിഫലമുള്ളതുമുണ്ട്. മൊത്തത്തിൽ റിയാ എന്ന് നിർവാധികം പറഞ്ഞാല് വിലക്കപ്പെട്ട മംനു ആയ റിയ ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മഹാത്മാരൊക്കെ മിർആത്തുൽ മനാജിഹ് പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ഒരു നീണ്ട ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്കിറത്തുൽ ഔലിയാ 4-ാമത്തെ ബാബിൽ 1-ാം വാല്യം 48-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. സയ്യിദുന മാലിക് ബിൻ ദീനാർ എന്നവിടെ ചരിത്രം. മാലിക് ദീനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാലിക് ബിൻ ദീനാർ എന്ന് അറിയപ്പെട്ട 3 ആൾക്കാരുണ്ട്. മാലിക് ദീനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ 3 ആളുകളാണുള്ളത്. ആ 3 ആളുകൾ 2 സ്വഹാബികളുമാണ്, 1 താബിയാണ്. വിശദമായിട്ട് മിർആത്തുൽ മിഷ്കാത്ത് 111-ാമത്തെ പേജ് 1-ാം വാല്യം 111-ാമത്തെ പേജിൽ കാണാം. അതിൽ താബി ആയ മാലിക് ബിൻ ദീനാറിന്റെ ചരിത്രമാണ് സാധാരണ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും സയ്യിദുന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ദിമഷ്കിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അമീർ മുആവിയ റളിയല്ലാഹു തആല അൻഹു, സയ്യിദുന അമീർ മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുതിയിരുന്ന, അതുപോലെ സ്വഹാബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനായ അമീർ മുആവിയ, അതായത് മുഅ്മിനീങ്ങൾ അമ്മാവനായ അമീർ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളിയിൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇഅ്തികാഫിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മാലിക് ബിൻ ദീനാറിന്റെ മനസ്സിൽ വന്നുപോയി, എന്നെ ഈ പള്ളിയുടെ മുത്തവല്ലിയാക്കണം ജനങ്ങളൊക്കെ, അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകണം, എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ ഉണ്ടാകണം, എന്നെങ്ങനെയെങ്കിലും ഈ പള്ളിയുടെ മുത്തവല്ലിയായി ജനങ്ങളൊക്കെ ആക്കണം എന്നൊരു ചിന്ത മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വന്നുപോയി. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഇഅ്തികാഫ് കുറിച്ച് കൂട്ടി. ധാരാളം ആ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കും. ഏത് സമയത്തും പള്ളിയിൽ നിസ്കാരം തന്നെയാണ്. എല്ലാ സമയത്തും ജനങ്ങള് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ആരും തന്നെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വരികയോ സംസാരിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ഒരു വർഷം മുഴുവനും അങ്ങനെ ചെയ്തു. ഒരു ദിവസം പള്ളിയുടെ പുറത്തേക്ക് ബഹുമാനപ്പെട്ടവർ വന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു, മാലിക്കേ, ഇനി നിങ്ങൾക്ക് തൗബ ചെയ്യേണ്ടതുണ്ട്, ഇനി നിങ്ങൾക്ക് തൗബ ചെയ്യേണ്ടതുണ്ട് എന്ന് കേട്ടപ്പോൾ, ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. ഒരു വർഷം വരെ ഞാൻ ചെയ്ത ഇബാദത്ത്, പള്ളിയുടെ മുത്തവല്ലിയാകണം എന്ന ഉദ്ദേശത്തിലാണല്ലോ ഞാൻ ഇവിടെ തിങ്ങിക്കൂടിയത്, ഇത് ചെയ്തത് വലിയ തെറ്റാണല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ ഖേദിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തന്റെ മനസ്സിനെ റിയാഇനെ തൊട്ട് ഖാലിയാക്കി ഇഖ്ലാസോടുകൂടെ ഈ ചിന്ത ഒന്നും ശരിയല്ല, ഇനി ഞാൻ ഇഖ്ലാസോട് ആത്മാർത്ഥതയായിട്ട് നിൽക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു രാത്രി മുഴുവനും ഇബാദത്തിൽ ജോലിയായി തൗബ ചെയ്ത് റിയാഇനെ തൊട്ട് കാവലിനെ തേടി ഒരു രാത്രി മുഴുവനും ഇബാദത്തിൽ ജോലിയായി സയ്യിദുന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ദിവസം സുബഹിന്റെ സമയത്ത് പള്ളിയുടെ വാതിലിൽ ജനങ്ങളൊക്കെ ഒരു കൂട്ടം ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിക്കാണ്. നമ്മുടെ പള്ളിയുടെ ഇന്തിലാമ് കോർവൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പള്ളിയുടെ മുത്തവല്ലിന്റെ ഒരു ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ കാണുന്ന ഇവരെ തന്നെ നമുക്ക് പള്ളിയുടെ മുത്തവല്ലിയാക്കിയാലോ എന്ന് ചർച്ച ചെയ്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ എല്ലാവരും ഒത്തു സമ്മതിച്ചു. അങ്ങനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിയുമ്പോൾ അവിടെ കാത്തുന്നു ജനങ്ങൾ. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ജനങ്ങൾ പറഞ്ഞു, നമ്മളെല്ലാവരും ഒത്തു സമ്മതിച്ച ഒരു തീരുമാനം ഈ പള്ളിയുടെ മുത്തവല്ലി നിങ്ങളാക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ടപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ തുടങ്ങി, പടച്ച റബ്ബേ, ഒരു വർഷം വരെ റിയാഓട് ഞാൻ ഇബാദത്ത് ചെയ്തു, പള്ളിയുടെ മുത്തവല്ലിയാക്കണമെന്ന ഉദ്ദേശത്തിൽ. പക്ഷേ അങ്ങനെ ആയില്ല.
ഇനി ഞാൻ നല്ല മനസ്സോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിനക്ക് ഇബാദത്ത് എടുക്കാൻ ജോലിയായപ്പോൾ നിന്റെ ഹുക്കുമ് കൊണ്ട് ജനങ്ങളൊക്കെ എന്നെ മുത്തവല്ലിയാക്കാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ഉത്തരവാദിത്തം, ഈ ഒരു ഭാരം പടച്ച റബ്ബേ എനിക്ക് നീ നൽകല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, പടച്ച റബ്ബേ ഞാൻ നിന്റെ മുമ്പ് കറാറ് ചെയ്യുന്നു, നിന്നെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു, ഞാൻ ഇനി ഒരിക്കലും തൗലിയത്ത് സ്വീകരിക്കൂല, പള്ളിയുടെ മുത്തവല്ലി ഞാൻ ഒരിക്കലും ആവൂല, ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോയാലും വേണ്ടില്ല, പക്ഷെ പള്ളിയുടെ മുത്തവല്ലി ഞാൻ ആകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബാദത്തിൽ ജോലിയായ ചരിത്രം ഫരീദുദ്ദീൻ അത്വാർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്കിറത്തുൽ ഔലിയാ 48-ാമത്തെ പേജിൽ വിശദമായി പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ലോകമാന്യം എന്ന് പറയുന്നത് വലിയ ഡേഞ്ചറുള്ള വിഷയമാണ്. റിയാ എന്ന് പറയുന്നത്, ആ റിയാ തൊട്ട് ചികിത്സ നാം നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ മുഖ്തറീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ മഹത്തുക്കളൊക്കെ റിയാഇനെ എത്രമാത്രം പേടിച്ചിരുന്നു എന്ന് ചരിത്രത്തോടെ വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങളോട് തന്നെ ഒരു പെണ്ണ് ലോകമാന്യം ചെയ്യുന്ന ആളെ മുറായി എന്ന് വിളിച്ചപ്പോൾ മഹാനവരുകൾ സന്തോഷിക്കാൻ ചെയ്തത്, എന്റെ പേര് നാട്ടുകാർ മറന്നിരുന്നു, ഈ പെണ്ണ് ഓർമ്മപ്പെടുത്തി. അങ്ങനെ ചരിത്രങ്ങളിലും ഗസാലി ഇമാം റഹ്മത്തുള്ളാഹിക്ക് രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും റിയാ എന്ന് പറയുന്നത് ലോകമാന്യം വല്ലാത്തൊരു ഡേഞ്ചറാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അവർക്ക് ഖൽവത്തും ജൽവത്തും ഒന്നാണ്. സുന്നത്ത് ജമാഅത്തിൽ തസല്ലുബ് ഏത് സമയത്തും ഉണ്ടാകും. തഖ്വ അതുപോലെ ഇബാദത്ത് എല്ലാം ഏത് സമയത്തും അവരുടെ ഖൗലും ഫേലും ഒന്നാണ്. ഖൽവത്തും ജൽവത്തും ഒന്നാണ്. ആ വിധത്തിലുള്ള ജീവിതമായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ, നമ്മുടെ നേതൃത്വമുള്ള മഹത്തുക്കളുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ സ്വഭാവം നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ റിയാഇന്റെ ചികിത്സ നടത്താൻ മഹത്തുക്കൾ പഠിപ്പിച്ചത് നാം അധ്വാനിക്കേണ്ടതുണ്ട്. ശരീരത്തിലെ ചെറിയ ചെറിയ രോഗം വരുമ്പോൾ ഞങ്ങൾ ചികിത്സ നടത്താറുണ്ട്. എന്നാൽ ആത്മീയമായ രോഗങ്ങൾ, മനസ്സിന്റെ വലിയ വലിയ രോഗങ്ങളായ ദോഷങ്ങൾ, ഈ രോഗങ്ങൾക്കും നമ്മൾ ചികിത്സ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് നമ്മൾ മനസ്സിന്റെ രോഗങ്ങൾക്കും ചികിത്സ നടത്തേണ്ടതുണ്ട്. റിയാഇന് 10ഓളം വരുന്ന ചികിത്സകൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ആദ്യത്തെ ചികിത്സ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക, റബ്ബ് സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുക. പടച്ച റബ്ബേ, കാരണം സഹായിക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹു ആണല്ലോ. മഹാന്മാർ സഹായിച്ചാലും ആര് സഹായിച്ചാലും യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളാഹു ആണല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഗുണം ചെയ്യണം എന്ന്, സഹായിക്കണം എന്ന് ആ ഒരു ചിന്ത അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെ മനസ്സിലിട്ടാലേ അവരെ സഹായം കഴിയുകയുള്ളൂ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത. അള്ളാഹു നൽകിയാലേ അത് ആർക്കും ചെയ്യാൻ കഴിയുകയുള്ളൂ. അള്ളാഹു തടഞ്ഞു വെച്ചാലോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഏതായാലും റബ്ബ് സുബ്ഹാനഹു തആലയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ. റബ്ബിനോട് നമ്മൾ ധാരാളം പ്രാർത്ഥന, ഇബാദത്ത് നാം ചെയ്യേണ്ടതുണ്ട്. ഇബാദത്ത് അള്ളാഹു മഅബൂദായ റബ്ബ് സുബ്ഹാനഹു തആലയോട് നാം ധാരാളം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ ആ റിയാഇന്റെ ആ രോഗം മനസ്സിൽ നിന്ന് ഇല്ലാതെയാകാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബേ, റിയാ എന്ന് പറഞ്ഞ രോഗത്തെ തൊട്ട് ഞങ്ങൾക്ക് നീ ശമനം നൽകണമേ. മാത്രമല്ല ഇഖ്ലാസ് എന്ന് പറയുന്ന ആ വണ്ണമായ നിഅമത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിൽ നിറക്കണേ പടച്ചോനെ. മാത്രമല്ല എന്റെ ശത്രുവായ, അതായത് നമ്മുടെ ശത്രുവായ ശൈത്വാനെ ഞാൻ കാണുന്നില്ല, എന്നാൽ ശൈത്വാൻ എന്നെ കാണുന്നുണ്ട്. അങ്ങനത്തെ ശത്രുവെ തൊട്ട് പടച്ചോനെ നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. ആ ശൈത്വാന്റെ വഞ്ചനയിൽ ഞങ്ങളെ പെടുത്തല്ല പടച്ചോനെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളും നന്നാക്കണേ പടച്ചോനെ. ജനങ്ങൾ അടുക്കല് എന്റെ നല്ല ഉഷാറാവിന്റെ അവസ്ഥകളൊക്കെ, എന്നാൽ പടച്ച റബ്ബേ ജനങ്ങളൊക്കെ നല്ലത് വിചാരിക്കുമെന്ന് വിചാരിച്ചു, എന്നെ കൊണ്ട് നല്ലത് വിചാരിക്കുന്നു, പക്ഷേ നിന്റെ അടുക്കൽ ഞാൻ മോശപ്പെട്ടവനാകരുത്. രഹസ്യത്തിലും പരസ്യത്തിലും നീ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകണം. റിയായിനെ തൊട്ട് കാക്കണേ പടച്ചോനെ എന്ന് എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചികിത്സ. രണ്ടാമത്തെ ഇലാജ്
റിയാവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ എന്തെല്ലാം മഹത്തുക്കൾ തന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുകയും മുതാല ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യണം. അതിന്റെ സംക്ഷിപ്തം അതിന്റെ ചെറിയ നിലക്ക് പറയുകയാണെങ്കിൽ, മനുഷ്യന്റെ മനസ്സ് ഏതുവരെ അതിന്റെ നാശങ്ങൾ മനസ്സിലാക്കുകയില്ല അതുവരെ ആ നാശങ്ങളെ തൊട്ട് അവൻ വിട്ടു നിൽക്കുകയില്ല. ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഉപകാരമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് ലദീദ് ടേസ്റ്റ് ഉള്ളത് മനസ്സിലാക്കിയാൽ, ആ സമയത്ത് മനുഷ്യൻ ആ വസ്തുവിനെ ഇഷ്ടപ്പെടും. അതേ സ്ഥാനത്ത് ഈ ഒരു വസ്തുവിൽ നഷ്ടമുണ്ട്, നാശമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിനെ തൊട്ട് വിട്ടുനിൽക്കും. അതുകൊണ്ട് റിയാവുമായി ബന്ധപ്പെട്ട വിഷയം, റിയാഇന്റെ നാശങ്ങൾ എന്തെല്ലാമുണ്ട്, നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. റിയാ ചെയ്യുന്ന ആളുകളുടെ അമലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. റിയാ ചെയ്യുന്നവർ ലോകമാന്യത്തിന്റെ ആൾക്കാര് പൈശാചിക സ്നേഹിതനാണ്, ശൈത്വാന്റെ സ്നേഹിതനാണ്. നരകത്തിന്റെ ഒരു സ്ഥലം തന്നെ അവൻ റിയാ ഉള്ള ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. മാത്രമല്ല റിയാ ചെയ്യുന്നവരുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നു. ഖിയാമത്ത് നാളിൽ വലിയ ഖേദമുണ്ടാകും. നിന്നതയും അതുപോലെ അദാബും ആ റിയാ ഉള്ള ആളുകൾക്ക് ഉണ്ടാകും. റിയാ ഉള്ള ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. ആകാശവും ഭൂമിയെല്ലാം റിയാ ഉള്ള ആളുകളെ ശപിക്കും. ഇതെല്ലാം നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. റിയാഇന്റെ നാശങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് റിയാഇന്റെ ചികിത്സ നടക്കുക, റിയാ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകുക. മൂന്നാമത്തെ ചികിത്സയാണ് അതിന്റെ കാരണങ്ങളെ അവസാനിപ്പിക്കുക. റിയാ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കണം. കാരണം ഏതൊരു രോഗത്തിന്റെയും ഒരു കാരണമുണ്ടാകും. ആ കാരണം തന്നെ അവസാനിപ്പിച്ചാലോ രോഗം സ്വന്തമായി ഇല്ലാതെയായി പോകുന്നു. അതുകൊണ്ട് റിയാഇനിക്കും ഒരുപാട് സബബുകളുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ മദ്ഹിനെ ഇഷ്ടപ്പെടുക. മറ്റൊന്ന്, നമ്മളെ മോശം പറയുന്നത് നമ്മൾ എപ്പോഴും പേടിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമത്തതോ സമ്പത്തിന്റെ അലച്ച, സമ്പത്തിന്റെ അത്യാഗ്രഹം. ഈ ഇത് 3ഉം ഇല്ലെങ്കിൽ റിയാഇനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കാരണം റിയാ ഉണ്ടാകുന്ന ഈ കാരണങ്ങൾ അത് തന്നെ ഇല്ലാതെയാക്കിയാൽ മദ്ഹിനെ എപ്പോഴും ഇഷ്ടപ്പെടാതിരിക്കുക. നമ്മളെ ആരെങ്കിലും മോശം പറഞ്ഞാണെങ്കിൽ അതിനൊന്നും പേടിക്കേണ്ടതില്ല, അത് നമ്മുടെ നന്മക്ക് നല്ലതാണ് എന്ന് ചിന്തിക്കുക. അതോടുകൂടെ സമ്പത്തിന്റെ ഹിർസ്, അത്യാഗ്രഹം നമുക്കൊരിക്കലും ഉണ്ടാകരുത്. ഹിർസ് മഹ്മൂദ്, ഹിർസ് മദ്മൂമുണ്ട്. ഇൽമിനെ അത്യാഗ്രഹിക്കുക. അതേ സ്ഥാനത്ത് സമ്പത്തിന് അത്യാഗ്രഹം, സമ്പത്ത് വേണം, എന്നാൽ സമ്പത്തിനുള്ള സ്നേഹം നമുക്ക് വേണ്ട. സമ്പത്തിന്റെ ഹിർസ്, അത്യാഗ്രഹം നമുക്ക് വേണ്ട. ഇങ്ങനെ ജീവിക്കുമ്പോൾ റിയാഇനെ തൊട്ട് നമ്മുടെ മനസ്സിന് ശുദ്ധിയാകാൻ കഴിയും. 4ാമത്തെ ചികിത്സ, ഇഖ്ലാസ് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ഡ്രസ്സുകളിൽ കുറച്ചൊന്ന് ചേറായാല് അല്ലെങ്കിൽ നജസ് ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മൾ അതിനെ ക്ലീൻ ആക്കാൻ വേണ്ടി സാബുന് വാങ്ങലുണ്ട്, സർഫ് ഉപയോഗിക്കലുണ്ട്, സോപ്പ്, നല്ല നല്ല സോപ്പ് വാങ്ങിയിട്ട് നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ ക്ലീൻ ആക്കലുണ്ട്. എന്നാൽ റിയാ ഉള്ള ആളുകൾ മനസ്സിലുള്ള ആ നജാസത്ത് അതിനെ ക്ലീൻ ആക്കാൻ ഇഖ്ലാസ് എന്ന സോപ്പ് എടുക്കേണ്ടതുണ്ട്. ഇഖ്ലാസ് എന്ന സാബുനെടുത്ത് നമുക്ക് റിയാ എന്ന് പറയുന്ന നജസ്, റിയാ എന്ന് പറഞ്ഞ രോഗം നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഇഖ്ലാസ് ആണല്ലോ റിയാഇന്റെ ലിദ്, ഓപ്പോസിറ്റ്. അതുകൊണ്ട് ഇഖ്ലാസ് എന്ന സാബുനെടുത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് റിയാഇനെ ഇല്ലാതെയാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. 3ാമത്തെ ചികിത്സ, നിയ്യത്തുകൾ എപ്പോഴും നമ്മൾ സംരക്ഷിക്കണം. നിയ്യത്ത് എപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹു ഇഷ്ടപ്പെടണം എന്ന നിയ്യത്തിലായിരിക്കണം. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തുകളെ കൊണ്ടാണല്ലോ. അതുകൊണ്ട് നിയ്യത്തുകൾ എപ്പോഴും നന്നാക്കണം. നിയ്യത്ത് എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉറച്ച തീരുമാനം, ഉദ്ദേശമാണല്ലോ. അപ്പൊ നിയ്യത്ത് നമ്മൾ ഉഷാറാക്കേണ്ടതുണ്ട്. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് അത്യാവശ്യമാണ്. ഇബാദത്തുകൾ മഹിളത്തും ഇബാദത്ത് ഗൈർ മഹിളത്തും, അതായത് ഇബാദത്ത് മഖ്സൂദത്ത്, ഇബാദത്ത് ഗൈർ മഖ്സൂദത്ത്. ഇബാദത്ത് മഖ്സൂദത്തിലാണ് നിയ്യത്ത് ഷർത്തുള്ളത്, നിർബന്ധമുള്ളത്. ഇബാദത്ത് ഗൈർ മഖ്സൂദത്തില് നിയ്യത്ത് ഏതായാലും ഷർത്തില്ല. ഏതായാലും ഇഖ്ലാസ് ഉണ്ടാകാൻ, അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നിയ്യത്തുകളെ നന്നാക്കണം. എത്ര നിയ്യത്തുകളുണ്ട് അത്ര നല്ലതാണ്. ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങൾ കിതാബു നിയ്യാത്ത്. ഒരു ചെറിയ നല്ല കാര്യം ചെയ്ത് ഒരുപാട് നിയ്യത്തുകൾ ചെയ്യുമ്പോഴോ ഒരു ചെറിയ അമലിക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്നു. ഇമാം അഹമ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലത്താൻ നബവിയ ഫിൽ ഫത്താവ റളിയയിലൊക്കെ പറഞ്ഞതുപോലെ, ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ 40 നിയ്യത്താക്കി കഴിഞ്ഞാലോ 40 കൂലി കിട്ടും. ഓരോ ഉദാഹരണങ്ങൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്താവ റളിയയിൽ വിശദീകരിക്കുകയാണ്.
ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതോടുകൂടെ 10 നിയ്യത്തും കൂടി 40 നിയ്യത്തും കൂടി വെക്കുമ്പോൾ ഒരേ അമലിൽ 40 പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതി നമുക്ക് കിട്ടും, ഇൽമു നിയ്യത്ത് അറിയുന്നവർക്ക് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുമ്പ് നല്ല നല്ല നിയ്യത്തുകൾ നമ്മൾ ഉണ്ടാക്കണം, നല്ല നല്ല നിയ്യത്തുകൾ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അമലിന്റെ ഒരുപാട് ഖസനാവ് നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നിയ്യത്തുകൾ നന്നാക്കുക, റിയാഇനെ തൊട്ട് കാവലെ തേടി നല്ല നല്ല നിയ്യത്ത്, അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നല്ല നിയ്യത്താക്കുക. അതുപോലെ 6ാമത്തെ ചികിത്സ, ഇബാദത്തുകളുടെ ഇടയിലുണ്ടാകുന്ന പൈശാചികമായ വസ്വാസുകളെ തൊട്ട് എപ്പോഴും സൂക്ഷിക്കണം. കാരണം ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. ഇന്നഹൂലക്കും അതുവും മുബീൻ. അതുപോലെ വലഖദ് അളല്ല മിൻകും ജിബിലൻ കസീറ. എത്ര ആളുകളെയാണ് ഇബ്ലീസ് പേപ്പിച്ചത്. ഇബ്ലീസിനെ ആരെങ്ങനെ പേപ്പിക്കണം, ഇബ്ലീസിലേക്ക് ശരിക്കും അറിവുണ്ട്. എത്രമാത്രം സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സുബ്ഹി നിസ്കരിക്കാൻ വിളിക്കാമെന്ന പിശാചി, എന്തേ മുആവിയ റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പൊട്ടി കരയും. അപ്പൊ 2 റക്അത്തിന്റെ സ്ഥാനത്ത് എത്രയോ റക്അത്തിന്റെ പ്രതിഫലം കിട്ടും. അത്രയൊന്നും കിട്ടണ്ട, 2 റക്അത്ത് മാത്രം കൂലി കിട്ടണം എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഇബ്ലീസ് വിളിക്കാമെന്ന ചരിത്രം ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മസ്നബി ഷരീഫിൽ രേഖപ്പെടുത്തുകയാണ്. അതേ സ്ഥാനത്ത് നമുക്ക് നിസ്കാരം ഖളായാലും, നിസ്കാരം ജമാഅത്തിൽ ഇഷ്ടപ്പെടുക എന്നല്ല, നിസ്കാരം ഖളായാൽ തന്നെ നമുക്ക് ഒരു വിഷമം ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിനിക്ക് പേപ്പിക്കൽ അശൈത്വാനു ഫാരിഖുൻ വഅന്ത മശ്ഹൂലുൻ എന്ന് യഹ്യാ ബിൻ മുആദ് റാസി തങ്ങൾ പറഞ്ഞതുപോലെയാണ്. ഇബ്ലീസ് റെസ്റ്റിലാണ്, എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു എന്ന നിലക്ക് അതേ സ്ഥാനത്ത് ഇബ്ലീസിന്റെ വസ്വാസുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും അവൻ ഉണ്ടാക്കാൻ നോക്കുന്നു. നമ്മുടെ മനസ്സുകൾ എപ്പോഴും വസ്വാസുകൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശൈത്വാനി വസ്വാസുകളെ തൊട്ട് ഏത് സമയത്തും ഇല്ലാതെയാകാൻ നാം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. അതുപോലെ 7ാമത്തെ ചികിത്സയാണ്, ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും അമല് ചെയ്യണം. ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അമല് ചെയ്യുക. നമ്മുടെ ഹൽവത്തും ജൽവത്തും ഒരുപോലെയാകണം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എല്ലാ നിലക്കും നിസ്കാരത്തിന്റെ ആദാബും പാലിച്ച് നമ്മുടെ വസ്ത്രത്തിലും മറ്റുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ അതവ് പാലിച്ചു കൊണ്ടായിരിക്കും. അതേ സ്ഥാനത്ത് ഒറ്റക്കാണെങ്കിൽ നിസ്കാരത്തിനെല്ലാം ഒരുപാട് ആദാബുകൾ നഷ്ടപ്പെടുത്തും. ആ വിധത്തിലാകരുത്. നമ്മുടെ ഹൽവത്തും ജൽവത്തും ഒരുപോലെയാകണം. ഖുശൂ ഖുദൂ ജനങ്ങളെ മുമ്പിലുണ്ടാകുമ്പോൾ നമ്മൾ ലാഹിറാക്കും, അതേ സ്ഥാനത്ത് ഒറ്റക്കാകുമ്പോൾ അതൊന്നും ഉണ്ടാകുകയില്ല. ആ വിധത്തിൽ നമ്മൾ ആകരുത്. നമ്മുടെ ഹൽവത്തും ജൽവത്തും ഒരുപോലെയാകണം. ജനങ്ങളെ ഇടയിലുണ്ടാകുമ്പോഴും ഒറ്റക്കുണ്ടാകുമ്പോഴും നമ്മുടെ ഇബാദത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അതിന്റെ ആദാബുകളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് റിയാഇനെ ഇല്ലാതെയാക്കാൻ അതൊരു കാരണമായിരിക്കും, അതൊരു ചികിത്സയാണ്. അതുപോലെ 8ാമത്തെ ചികിത്സ, കഴിയുന്ന പരമാവധി നമ്മുടെ നന്മകൾ മറച്ചു വെക്കാൻ നോക്കണം. നമ്മുടെ നന്മകൾ മറച്ചു വെക്കാൻ നോക്കണം. നമ്മൾ തെറ്റുകൾ ദോഷങ്ങളൊക്കെ മറച്ചു വെക്കും. അതേപോലെ നമ്മൾ തെറ്റുകൾ മറച്ചു വെക്കുന്നത് പോലെ നമ്മുടെ നന്മകൾ മറച്ചു വെക്കാൻ നോക്കണം. കഴിയുന്ന പരമാവധി നന്മകളൊക്കെ മറച്ചുകൊണ്ട് ചെയ്യണം. ദാവൂദ് തായി റഹ്മത്തുള്ളാഹിലെ 40 വർഷം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. സ്വന്തം ഭാര്യയ്ക്ക് പോലും നോമ്പുള്ളത് അറിയില്ല. കാരണം ബഹുമാനപ്പെട്ടവർ സുബീക്ക് ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകും, വൈമധ്യത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും, എന്നിട്ട് മഗ്രിബിന്റെ ശേഷം വന്ന് നോമ്പ് തുറക്കും. ഇങ്ങനെ ദാവൂദ് തായി റഹ്മത്തുള്ളാഹിയുടെ ജീവിതം മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുന്നു. അത് ചില മഹാന്മാരെ കൊണ്ട് പിന്നീട് വെളിവായി എന്ന് മാത്രം. ഏതായാലും നന്മകളൊക്കെ കഴിയുന്ന പരമാവധി മറച്ചു വെച്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് അള്ളാഹു അറിയണം, അള്ളാഹു ആണ് നമ്മുടെ നന്മകൾ അറിയുന്നുണ്ട് എന്ന ഒരു ചിന്തയിൽ നമ്മൾ ഖനാഅത്ത് നമുക്കുണ്ടാകണം. അതേ സ്ഥാനത്ത് മറച്ച് ചെയ്തിട്ട് അതും തന്നെ മറ്റുള്ള ഇങ്ങനെ വെളിവാക്കി പറഞ്ഞു നടക്കുക എന്നൊക്കെ പറയുമ്പോഴും അതും പിന്നെ ആ രോഗം തന്നെയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഇബ്ലീസ് അവിടെയും നന്മ മറച്ചു ചെയ്ത അമലിനെ മറ്റുള്ള വെളിവാക്കിയിട്ടില്ല, പക്ഷെ മറ്റുള്ള വെളിവാക്കാൻ നഫ്സിനെ വല്ലാതെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. അതും മനസ്സിന്റെ രോഗം തന്നെയാണ്. 9ാമത്തെ രോഗം സഹവാസം. 9ാമത്തെ ചികിത്സ സഹവാസം എപ്പോഴും നല്ലതുണ്ടാകണം. സഹവാസത്തിന് വലിയ ഒരു അസറുണ്ട്. അസ്സുഹബത്തു തുഅസർ. സഹവാസത്തിനേക്ക് വലിയ ഒരു അസറുണ്ട്. സുഹബത്തെ സ്വാലിഹിക്കുന്നത്, സുഹബത്തെ ത്വാലിഹിക്കുന്നത്. നല്ലവരോട് സഹവസിക്കുമ്പോൾ നല്ലവരാകും, മോശപ്പെട്ട ആളുകളോട് സഹവസിക്കുമ്പോൾ മോശമാകും. അതുകൊണ്ട് നമ്മുടെ സഹവാസം നമ്മൾ എപ്പോഴും നന്നാക്കണം, ചങ്ങാതി നന്നാകണം.
അതായത് നമ്മുടെ സഹവാസം എപ്പോഴും നന്നാകുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുക. മോശപ്പെട്ട ആളുകളോട് സഹവസിക്കുമ്പോൾ വലിയ ഡേഞ്ചറാണ്. നിസ്കാരത്തിൽ ഇബാദത്തിൽ ടേസ്റ്റ് ഇല്ല. അതിന് കാരണം ചില മഹാന്മാരോട് ചോദിക്കുമ്പോൾ റബ്ബിനെ പേടിക്കാത്ത ആളുകളെ നോക്കിയതിന്റെ പേരിൽ, റബ്ബിനെ പേടിക്കാത്ത ആൾക്കാരോട് സഹവസിച്ചതിന്റെ പേരിൽ എന്ന് പോലും പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി മുകാശഫയിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം അബൂ നഈം റഹ്മത്തുള്ളാഹി ഹിലിയത്തുൽ ഔലിയ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹവാസം നല്ലവരോട് സഹവസിക്കുക, ആ വിധത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് റിയാ ഇല്ലാതെയായി ഇഖ്ലാസ് നമുക്ക് കൈവരിക്കാൻ കഴിയും. 10ാമത്തെ ചികിത്സ പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് റിയാ ഇല്ലാതെയാക്കാൻ ഔറാദ് വലായിഫ് നമ്മുടെ ജീവിതത്തിൽ നിത്യപതിവുകളാകണം. നിത്യമായി പതിവാക്കേണ്ടതുണ്ട്. മല്ലാലഹു വിർദുൻ ഫഹുവ ഖിർദുൻ. ഔറാദൊന്നുമില്ലാത്തവൻ കുറങ്ങനാണെന്ന അബ്ദുറഹ്മാൻ സഖാഫ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞത് അഹമ്മദ് ഇബ്നു സൈനി ദഹലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഖ്രീബുൽ ഉസൂലിലും, അതുപോലെ അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാ അവിടുത്തെ കിഫായത്തുൽ അത്ഖിയ ഷർഹുൽ അദ്ഖിയയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ നമ്മൾക്ക് ഔറാദും വലായിഫ് നമ്മൾ ചെല്ലേണ്ട, സാധാരണ ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകൾ, ദിക്റുകൾ, പ്രത്യേകിച്ചും വിർദുൽ ലത്തീഫ്, ഹദ്ദാദ്, അതുപോലെ ആല ഹദ്റത്ത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ എഴുതിയ അൽ വലീഫത്തുൽ കരീമ, അതായത് മാ ഖല്ല വദഅ മിൻ അദ്ഇയത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ വിർദുൻ നബവി, ഹിസ്ബുൻ നബി, അതിന്റെ തഅലീഖാത്ത് ഇമാം ശാലിയാത്തി റഹിമഹുല്ലാഹ് എഴുതിയല്ലോ. അതുപോലെ ഹദ്ദാദ് റാത്തിബ് ഇമാം ശാലിയാത്തി റഹിമഹുല്ലാഹ് അതിനും തഅലീഖാത്ത് എഴുതിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച ഹദീസിൽ വന്ന ദുആകളും മറ്റും അത് നമ്മുടെ ജീവിതത്തിൽ നിത്യപതിവാക്കുമ്പോൾ റിയാഇനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയും. ആത്മീയമായ ചികിത്സകളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് റിയാ തോന്നുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. മഹാന്മാർ പറയുന്നു, അഊദും തഅവ്വുദാണ് ചൊല്ലിട്ട് ഇടഭാഗത്താണ് തുപ്പുക, അല്ലെങ്കിൽ തുപ്പിയതുപോലെ ചെയ്യുക, ആ ശൈത്വാന്റെ ശർറിൽ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 11 പ്രാവശ്യം ചൊല്ലിയാൽ ശൈത്വാനെ പരാജയപ്പെടുത്താനത് കഴിയുമെന്ന് മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചത് കാണാം. അതുപോലെ സൂറത്തുൻ നാസ് ഓതുമ്പോഴും ശൈത്വാന്റെ വസ്വാസത്തിൽ ദൂരത്താകാൻ കഴിയുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റിയാവുമായി ബന്ധപ്പെട്ട മഹത്തുക്കൾ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം മുതാല ചെയ്യണം. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീൻ, അതുപോലെ അബൂ താലിബ് മക്കി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഖൂത്തുൽ ഖുലൂബ്, അതുപോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ ധാരാളം മുതാല ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ചികിത്സകളൊക്കെ മുതാല ചെയ്യുകയും പഠിക്കുകയും, അതുപോലെ ആ പഠിച്ചവരിൽ നിന്ന്, അത് മനസ്സിലാക്കിയവരിൽ നിന്ന്, അവരിൽ നിന്ന് ചോദിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.